ഞാൻ ആദ്യമേ വീഡിയോ എടുത്തപ്പം ഫസ്റ്റ് വീഡിയോ ഇട്ട് അത് ഫസ്റ്റ് വീഡിയോ തന്നെ 1 മില്യൺ പോയി. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ ഞാൻ അമ്മേ നമുക്ക് വീഡിയോ ഇനി എടുക്കുക, ഇതാണ് എൻ്റെ ഇനി ജോലി. ഞാൻ ഉറപ്പിച്ചെന്ന് പറയുന്ന പോലെ ഉറപ്പിച്ച് ഇനി ഇതാണ് എൻ്റെ വഴി, ഞാൻ ഈ ജോലിക്ക് പോകത്തില്ല, ഒരുത്തൻ്റെ കീഴിലും ജോലി ചെയ്യത്തില്ല, ഉറപ്പിച്ച് എഴുതി കൊടുത്തില്ല അമ്മയ്ക്ക്. അപ്പോൾ പറ്റത്തില്ല. കാരണം എൻ്റെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൂടെ തന്നെ അംഗനവാടി വിട്ട് പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് അമ്മു. അവൾ ദുബായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അവൾ ദുബായി പോയി, അവൾക്ക് സാലറി കിട്ടി. അപ്പോൾ അമ്മയോട് അമ്മ പറഞ്ഞ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ദുബായി പോയാലോ അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പം സമ്മതിക്കുന്നില്ല. ഒരു ദിവസം ഞാൻ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി, ഞാൻ ജോലിക്ക് പോകത്തില്ല. അമ്മ അഭിനയിക്കാത്തോണ്ടാണോ? അല്ല, അമ്മ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട, ജോലിക്ക് പോയാൽ മതിയെന്ന്. അമ്മമാർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിചാരം വെച്ചാൽ അമ്മ പിള്ളേരുടെ അല്ല, കുറച്ച് പ്രായമുള്ള എല്ലാവരുടെയും വിചാരം, ഈ അമ്മയുടെ വിചാരം വെച്ച് ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് പറയുകയാണെ, ഈ വീഡിയോ എടുത്ത് വൈറലാകുക അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് റവന്യൂ കിട്ടുക, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അങ്ങനെയായിരുന്നു അമ്മയുടെ വിചാരം. ഫോണുള്ള എല്ലാവർക്കും വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷേ ആ ഫോണുള്ളവരല്ലേ അല്ലല്ലോ സിനിമ എടുക്കുന്നത്. ആ ഒരു ചിന്ത ആരും ചിന്തിക്കത്തില്ല. നമ്മളെ സെയിം തലയാണ്, പക്ഷെ അവരിയ്ക്കുന്നിടത്ത് നമ്മളല്ല ഇരിക്കുന്നത്. അതാണ് ഞാൻ ചിന്തിച്ചത്. അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ പറയുന്നത് എങ്കിൽ എല്ലാവർക്കും ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് എല്ലാവർക്കും വീഡിയോ എടുത്ത് നടന്നുകൂടായോ, ഇതായിരുന്നു എപ്പോഴും ചോദിക്കുന്നത്. അതൊന്ന് പറഞ്ഞു മാറ്റാൻ ഞാൻ കുറേ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പള്ളിക്കകത്ത് കയറിയിരുന്നു. പള്ളിയിൽ ചെന്നപ്പം പട്ടി എല്ലാം കൂടി ഇട്ട് ഓടിച്ച് തിരിച്ചിങ്ങി വന്നു. അത് സത്യം ഇറങ്ങിപ്പോയി. രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ എന്നോട് പിണങ്ങി അങ്ങ് പോയി. ഞാൻ പാത്ത് നിന്ന് നോക്കിയപ്പോൾ കൊണ്ട് തിരിച്ചു വരുന്നു, പുറകെ പട്ടിയും ഉണ്ടായിരുന്നു. കറക്റ്റാ. അങ്ങനെയാണ് കേട്ടോ ഞാൻ അമ്മ എൻ്റെ വീഡിയോയ്ക്ക് അത് സ്ഥിരമാക്കിയത്.